ശബരിമലയിലെ പീഠം കാണാനില്ല എന്ന വാർത്ത വളരെ ഗൗരവത്തോടു കൂടിയാണ് കേരളം കേട്ടത്. നമുക്കറിയാം, സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ നടന്നുവരുന്ന, അതിൻ്റെ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി മൂർച്ഛിച്ചു നിൽക്കുന്ന സമയത്താണ് പീഠം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. പീഠം അവിടെ സമർപ്പിച്ച വ്യക്തി തന്നെയാണ് ഇത് കാണാനില്ല എന്ന ഒരു വിവരം പുറത്തുവിടുന്നത്. അത് വലിയ രീതിയിലുള്ള വിവാദമാകുന്നു, ചർച്ചയാകുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത് കണ്ടെത്തുന്നു ശബരിമല വിജിലൻസ് അന്വേഷണ സംഘം എന്ന് പറയുമ്പോൾ അതിൽ വലിയ ഗൂഢാലോചനകൾ സംശയിക്കുകയാണ്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, എന്താണ് ഇവരുടെ ലക്ഷ്യം തുടങ്ങിയ ചോദ്യങ്ങൾ, നിരവധി ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉയർന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പീഠവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും അന്വേഷണവും ഇപ്പോൾ ശബരിമലയിലെ മുഴുവൻ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള കണക്കെടുപ്പിലേക്കും അവിടുത്തെ അന്വേഷണത്തിലേക്കും എത്തിയിരിക്കുന്നു എന്നത് വേണം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, ഈ സ്വർണം സൂക്ഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. സമഗ്ര അന്വേഷണത്തിനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. വിരമിച്ച ജില്ലാ ജഡ്ജിയെ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. സ്പോൺസറുടെ സഹോദരിയുടെ വീട്ടിൽ പീഠം കണ്ടെത്തിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നതാണ് സർക്കാരും ദേവസ്വം ബോർഡും പറയുന്നത്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കാനും ഇന്ന് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് ഈ പീഠം പിടിച്ചെടുത്തത്. വളരെ വിചിത്രമായിട്ടുള്ള ന്യായങ്ങളാണ് ഇതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് 4 വർഷമായി ഇത് സൂക്ഷിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നെ ഈ പീഠം കാണാനില്ല എന്ന കാര്യം പറയുകയും അതിൽ അന്വേഷണം തുടങ്ങുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അത് തിരിച്ചേൽപ്പിക്കുന്നു. അതിനുശേഷം അത് പുറത്തു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അപ്പോൾ ഈ അന്വേഷണ ആളുകൾ തന്നെ, അന്വേഷിക്കുന്നവർ തന്നെ ഇത് കണ്ടെത്തട്ടെ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തി എന്നൊക്കെ തുടങ്ങി ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത പരസ്പര വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ വിശദീകരണമായി നൽകുന്നത്. എന്തായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്? ഇദ്ദേഹം ഒറ്റയ്ക്ക് നടത്തിയ പരാമർശങ്ങളാണോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകളുണ്ടോ, മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവരങ്ങളിലെല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്തുകയും ഈ സ്പോൺസർ തന്നെ ആരോപണ വിധേയനാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വിഷയങ്ങൾ ഇന്ന് കോടതിയിലെത്തുമ്പോൾ കോടതി പറയുന്നു, ബോർഡിന്റെ രജിസ്റ്ററുകളിൽ കൃത്യതയില്ല. തിരുവാഭരണ രജിസ്റ്റർ ഉൾപ്പെടെ രേഖകൾ പരിശോധിച്ച് കണക്കെടുക്കാൻ കോടതി നിർദ്ദേശം നൽകി. 1999 മുതലുള്ള വിവരങ്ങളിൽ അവ്യക്തതയുണ്ട് എന്ന് കോടതി പറയുന്നു. ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിന് പുറമെ ദേവസ്വം വിജിലൻസും അന്വേഷണം തുടരണമെന്ന് കോടതി പറയുന്നുണ്ട്. പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് വീട്ടിൽ കൊണ്ടുവച്ചതെന്ന് കുടുംബം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ പ്രതികരണത്തിലേക്ക് വരും മുൻപ് നോക്കൂ, ഈ പീഠവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ അത് ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയിൽ നിന്ന് തന്നെ കിട്ടുന്നു എന്നത് സർക്കാരിനും ദേവസ്വത്തിനെയും സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. കാരണം അതിന് പിന്നിലുള്ള ഗൂഢാലോചന എന്താണ് എന്നതൊക്കെ ഇനി ആലോചിക്കേണ്ടിയിരിക്കുന്നു. അയ്യപ്പ സംഗമം അട്ടിമറിക്കാനുള്ള കാര്യങ്ങളാണ് നടന്നത് തുടങ്ങിയ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് ആശ്വാസമായിരിക്കുമ്പോഴും ഇന്ന് ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ളത് ബോർഡുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സൂക്ഷിപ്പ് ശരിയായ വിധത്തിലല്ല എന്ന് കോടതിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അതിൻ്റെ നടത്തിപ്പ് ശരിയായ രീതിയിലല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സൂചിപ്പിക്കാനുള്ളതെന്ന് നോക്കാം. സഹോദരിയുടെയും ഭർത്താവിൻ്റെയും പ്രതികരണം ന്യൂസ് 18 ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ട്. ഇവരുടെ വീട്ടിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. അതൊന്ന് കേട്ടിട്ട് വരാം. എന്താണെന്ന് പറഞ്ഞാൽ, അതായത് 25-ാം തീയതി വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്ത് വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളൂടെ അവനങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പൊ ഈ ഒരു സാധനം, സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, വരുന്നവരാരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും, അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പൊ അന്ന് ആരും വന്നില്ല, ഇന്നലെയും വന്നില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവര് വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ കയ്യിലാണ് ഇരുന്നത്, നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നും. ഇത് 3-4 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ ഇത് അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു, അത്ര തന്നെ.
നമ്മള് ഇപ്പൊ സാധനങ്ങള് പൂജാദ്രവ്യങ്ങളായാലും ഷീൽഡായാലും പിന്നീട് എന്തായാലും കൊണ്ടുവരുമ്പോ നമ്മളിത് എടുത്തു വെക്കും. വേറൊരാൾ വന്ന് കൊണ്ടുപോകാറുമുണ്ട്, പറയുന്നവര് തന്നെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെയൊക്കെ ഉള്ളതാണെന്നുള്ളത് എത്രത്തോളം. എൻ്റെ അളിയനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പല സാധനങ്ങളും കൊണ്ടുവയ്ക്കും, പൂജാ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാറുണ്ട്, അവൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊണ്ടുവയ്ക്കാറുണ്ട്. കാരണം അമ്മ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ പലർക്കും കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നാരും ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന രീതിയിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു ഐറ്റമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇത് ഇന്നലെ വിജിലൻസിൻ്റെ ആൾക്കാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ദേവസ്വം വിജിലൻസാണ് വന്നത്. അവരാണ് ഇങ്ങനൊരു പാക്കറ്റ് ഇവിടെ ഉണ്ട്, അവരെങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല ഇവിടെ കൊണ്ടുവച്ചത്. നമ്മളാരും ദേവസ്വം വിജിലൻസുകാർ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവച്ച ആൾ തന്നെ ആയിരിക്കും പറഞ്ഞത് കാണാൻ, അല്ലെങ്കിൽ പിന്നെ ദേവസ്വം വിജിലൻസ് ഇവിടെ വരേണ്ട കാര്യമില്ല. അവർ വന്നു ഇതുപോലെ ഇവിടെ ഒരു ഐറ്റം ഉണ്ട് എന്ന് വൈഫിനോട് പറഞ്ഞപ്പോഴും ഞാൻ ആ സമയത്ത് ഞാനില്ലായിരുന്നു. ഇവർ കവറൊക്കെ പൊട്ടിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇവർ ഇതെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ദേവസ്വത്തിൻ്റെ വിജിലൻസിലുള്ള ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയി. വലിയ ഗൂഢാലോചനകൾ ഇതിന് പിന്നിലുണ്ട് എന്നതാണ് ദേവസ്വം മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഒളിച്ചു വെച്ച ശേഷം ആ വ്യക്തി തന്നെ ഇത് കാണാനില്ല എന്ന് പരാതി പറഞ്ഞ സാഹചര്യം എന്താണ് എന്ന് മന്ത്രി തന്നെ ചോദിക്കുന്നു. എന്തായാലും ഇതിൽ എല്ലാ വിവരങ്ങളും പുറത്തു വരണം, മറ്റ് രാഷ്ട്രീയ ഗൂഢാലോചനകൾ ഉണ്ടോ എന്നത് അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങൾ മന്ത്രി പറയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും സമാനമായ നിലയിൽ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ദേവസ്വം ബോർഡിനെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിച്ചത്, അതിനുണ്ടായിട്ടുള്ള അഭിമാനക്ഷതം ആര് മാറ്റിത്തരും എന്ന് ചോദിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കൂടെ ലക്ഷ്യം? അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത്, അതിനുള്ള രാഷ്ട്രീയമായ ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇത് എന്നത് അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഇരുവരും പറയുന്നു. ഇരുവരെയും സംബന്ധിച്ച് എന്തായാലും ദേവസ്വം മന്ത്രിയെ സംബന്ധിച്ചായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സംബന്ധിച്ചായാലും ആ സാധനം കിട്ടുന്നു, അത് ആരോപണം ഉന്നയിച്ച വ്യക്തികളിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമാണ്. അവരുടെ പ്രതികരണത്തിലും അവരുടെ വാക്കുകളിലും അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ഗൂഢാലോചനയുണ്ടെന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെ അതിന്റെ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത്. ദേവസ്വം ബോർഡിലെ വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലെ അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഇന്നലെ പീഡനം കണ്ടെത്തിയിരിക്കുന്ന നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞു. അത് സംബന്ധിച്ച് റിപ്പോർട്ട് സ്വാഭാവികമായി നാളെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ വീണ്ടും റിപ്പോർട്ട് കൊടുത്ത് കേസ് പരിഗണിക്കപ്പെടുകയാണ്. കോടതി അത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുക്കും. ഏതായിരുന്നാലും അതിന്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അതിലെന്ത് നാളെ പറയുന്നു എന്നതിനെ ആസ്പദമാക്കി ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ 4.5 വർഷമായി കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ബഹുജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരിൽ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. നാളെ കോടതിക്ക് അത് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യത്തിൽ എന്ത് കാര്യമാണ് നാളെ പറയുന്നത് നമുക്ക് നോക്കാം. അതിനുശേഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കും. ദേവസ്വം വിജിലൻസ് SP ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് കൊടുക്കുന്നതുവരെ എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട്. കോടതി അലക്ഷ്യമാകാൻ പാടില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, ഈ പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇയാൾ കള്ളം പറഞ്ഞത്? ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ. ഇതറിയാമായിരുന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന രീതിയിൽ പഴിചാരി കള്ളം പറഞ്ഞത്? അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കട്ടുകൊണ്ടുപോയി എന്ന് ആരോപണം ഉന്നയിച്ചത്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, ഇവിടുത്തെ BJP-യുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞതെന്താ? എന്നെ മോഷ്ടാവാക്കിയില്ലേ? അതിനാരാ സമാധാനം പറയുന്നത്? അപ്പോൾ 4.5 വർഷമായി കയ്യിലുണ്ടായിരുന്ന പീഠമാണ് കാണാനില്ല എന്ന് പറയുന്നത്. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ
ബന്ധുവീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയുകയും സ്വയം അപഹാസ്യനാവുകയും ചെയ്തു എന്നതാണ് വ്യക്തമാകേണ്ടത്. അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുൻപ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടോ? ആരുടെയെങ്കിലും പ്രേരണയാലാണോ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത്? ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ തുടങ്ങിയ സംശയങ്ങളാണ് ഉയരുന്നത്. ആ വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസിനും BJPക്കും മുന്നിലേക്കാണ്. ഈ ആരോപണങ്ങൾ ഏറ്റെടുത്തതും പ്രസ്താവനകൾ ഇറക്കിയതും കോൺഗ്രസും BJPയുമാണ്. അപ്പോൾ അവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര അന്വേഷണം തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ രജിസ്റ്ററിൽ കൃത്യതയില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ സ്ട്രോങ് റൂമിൻ്റെ രജിസ്റ്റർ കൃത്യമല്ല എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, മറ്റു തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ തട്ടിപ്പുകൾ അവിടെ നടക്കുന്നുണ്ടോ എന്ന സംശയം കോടതിക്കുണ്ട് എന്ന് വേണം ബോധ്യപ്പെടാൻ. തിരുവാഭരണം അടക്കമുള്ള കാര്യങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് എന്ന് കോടതി പറയുമ്പോൾ അത് കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ മോശം പ്രവണതയോ അവിടെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിലേക്ക് നയിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മോഷണം ഉൾപ്പെടെ അവിടെ ഏതെങ്കിലും തരത്തിൽ ആശ്വാസകരമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തുന്നതിനും തിരുത്തുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും ഇപ്പോഴത്തെ കോടതി ഇടപെടലുകൾ സഹായിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതിന് പിന്നിലുള്ള ഇടപെടലുകൾ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടിയിരിക്കുന്നു.